ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കന്യാകുമാരിയിലെ ധ്യാനം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി വൈകിട്ടോടെ മടങ്ങും. ഇതിനുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. വാഹന വ്യൂഹമടക്കം വിവേകാനന്ദ പാറയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര സാരസ്വത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ആതിര, വിവേകാനന്ദ പാറയിലെ ധ്യാനം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടെ മടങ്ങുമെന്നറിയുന്നു. വൻ സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ധ്യാനം അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. നേരത്തെ 3 മണിയായിരുന്നു ധ്യാനം ഷെഡ്യൂൾ പ്രകാരം ധ്യാനം തുടരുക എന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് 1:45 ധ്യാനം തീരുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം 2:45 ധ്യാനം പൂർത്തിയാക്കി 3:25 കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് MI-17 ഹെലികോപ്റ്ററിൽ തിരിക്കും. അവിടെ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അവിടെ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങുക. നിലവിൽ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും കന്യാകുമാരി കർശനമായ സുരക്ഷയിൽ തന്നെയാണ്. സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു 3 ദിവസത്തേക്ക്. എന്നാൽ DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കനത്ത പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ഇന്നലെ സന്ദർശകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി സന്ദർശനം വിവേകാനന്ദപ്പാറയിലേക്ക് അനുവദിച്ചിരുന്നു. എന്നാൽ നിലവിൽ പ്രധാനമന്ത്രി മടങ്ങുന്നതിന്റെ ഭാഗമായി ഈ സന്ദർശകരെ കുറച്ചു നേരത്തേക്ക് വിലക്കുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. എന്തായാലും കനത്ത പ്രതിഷേധം നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു. 2000-ലധികം പോലീസുകാരും SPG ഉൾപ്പെടെയുള്ള സുരക്ഷയും കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിലും കരയിലും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആതിര. ശരി ആതിര, വിവരങ്ങൾ നൽകിയതിന് വളരെയധികം നന്ദി.